ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂസോൺ. ഇന്ന് സോഷ്യൽ സയൻസിലെ പാർട്ട് 2 യൂണിറ്റ് 9 ആണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എട്ടാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ യൂണിറ്റ് 9 ചാപ്റ്ററിൻ്റെ പേരെന്ന് വെച്ചാൽ ഡെമോക്രസി, മീനിങ് ആൻഡ് സ്കോപ്പ്. അപ്പോൾ ഹാഫ് ഇയറിലേക്ക് ചോദിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് ഡെമോക്രസി, മീനിങ് ആൻഡ് സ്കോപ്പ്. ജനാധിപത്യം എന്ന വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പേജിൽ തന്നെ, ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ ഒരു ചൂണ്ടവിരലിട്ടിങ്ങനെ നമ്മൾ ഇലക്ഷൻ്റെ ഒരു ഇതാണ് അതിൽ കാണിക്കുന്നത്. നമ്മൾ വോട്ട് ചെയ്യുമല്ലോ, ആ വോട്ടിൻ്റെ ഒരു ചിത്രം അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ 3 കുട്ടികൾ അവരെന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. ഐ ഹാവ് കംപ്ലീറ്റഡ് 18 years of age. മൈ നെയിം ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ്. ഐ ക്യാൻ വോട്ട് ഇൻ ദ നെക്സ്റ്റ് ഇലക്ഷൻ. അപ്പോൾ 18 വയസ്സായ ഒരു കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞു, എനിക്ക് 18 വയസ്സായി, എൻ്റെ പേരെന്തെങ്കിലും ചേർത്തിട്ടുണ്ട്, വോട്ടർ ലിസ്റ്റിൽ പോയിട്ട് നെക്സ്റ്റ് ഇലക്ഷനിൽ എനിക്ക് വോട്ട് ചെയ്യാം. വൈ ഡു വി വോട്ട്? വൈ ആർ ഇലക്ഷൻ ഹെൽഡ്? അപ്പോൾ അവനെക്കാട്ടിലും, ആ പെൺകുട്ടിനെക്കാട്ടിലും ചെറിയൊരു കുട്ടിയാണ് ചോദിക്കുന്നത്, എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്, എന്തിനാണ് ഇലക്ഷൻ നടക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ മറ്റൊരു പെൺകുട്ടി പറഞ്ഞു, ഇൻ എ ഡെമോക്രസി പീപ്പിൾ ചൂസ് ദ ഗവൺമെൻറ് ബൈ വോട്ടിംഗ്. അതായത് ജനാധിപത്യ രാജ്യത്തിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു, വോട്ടിങ്ങിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് വോട്ടിങ്ങിലൂടെയാണെങ്കിൽ വോട്ടിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട്, അല്ലേ? ഇപ്പോൾ ഡെമോക്രസിയിൽ ജനങ്ങൾക്ക് 18 വയസ്സായ ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യാം, തങ്ങളുടെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം. അത് പല പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ദേബോ ഈസ് എ ഡയലോഗ് ദാറ്റ് ഹൈലൈറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. വെറുതെ പറഞ്ഞതല്ല, ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പിന് എത്ര പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് എന്താണ് ഇവിടെ കാണിക്കുന്നത്. വാട്ട് ആർ ദ പോയിന്റ്സ് ദാറ്റ് എമർജസ് ഫ്രം ദ ഡയലോഗ്, അല്ലേ? എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ, അല്ലേ? ഇമ്പോർട്ടൻ്റ് ഓഫ് വോട്ട്, 18 years ഓഫ് വോട്ട് ഏജ്, അല്ലേ? 18 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ജനാധിപത്യ വ്യവസ്ഥയിൽ വോട്ട് ചെയ്യാം. ഇലക്ഷൻ ഓഫ് ഗവൺമെൻറ്, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വോട്ട് എന്നുള്ളൊരു സിസ്റ്റം. അതിന് എത്ര വയസ്സാവണം? 18 വയസ്സാണ്. അപ്പോൾ എന്തായിരിക്കും പൊതുവെ കോമൺ ആയിട്ട് എന്താണ് ഈ ഡെമോക്രസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. ജനങ്ങളാൽ, ജനങ്ങൾക്കു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നൊരു വ്യവസ്ഥയാണ് എന്ത്, ഇലക്ഷൻ അതായത് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വാട്ട് ഈസ് ഡെമോക്രസി എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. ഇതിൽ ഈ ഒരു ഡെഫിനിഷൻ തന്നെ എല്ലതും ആരിൽ നിന്നാണ് വരുന്നത്, ജനങ്ങളിൽ നിന്നാണ് വരുന്നത്. ബൈ ദ പീപ്പിൾ, ജനങ്ങളാൽ. ഫോർ ദ പീപ്പിൾ, എന്തിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി. ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ, അതായത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണവ്യവസ്ഥയാണ് എന്ത്, ഡെമോക്രസി എന്ന് പറയുന്നത്. അത് നമ്മൾ ഒന്ന് പഠിച്ചു വെക്കാം, നമുക്ക് എപ്പോഴും ആവശ്യമുണ്ടാവും. ദ കോമൺ പെർസെപ്ഷൻ ഓഫ് ഡെമോക്രസി ഇസ് ദാറ്റ് ഇൻവോൾവ് ഇലക്ഷൻ ആൻഡ് ദ ഇലക്റ്റഡ് ഗവൺമെൻറ്. ഇപ്പോൾ ഡെമോക്രസിയിൽ ഇപ്പോൾ നമ്മൾ ആ ഡയലോഗ്സ് കേട്ടല്ലോ, അതിൽ തന്നെ ഇലക്ഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അല്ലേ? ബട്ട് ഇഫ് എനി ദീസ് എലമെൻറ്റ്സ് ആർ പ്രസൻറ്റ്, ക്യാൻ വി കാൾ ദാറ്റ് സിസ്റ്റം ഡെമോക്രസി? നോ, ബിക്കോസ് ദർ ഹാവ് ബീൻ ഡിക്റ്റേറ്റ്സ് ഇൻ ഹിസ്റ്ററി ഹൂ കെയിം ദ പവർ ത്രൂ ഇലക്ഷൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഇലക്ഷനാണോ ഡെമോക്രസിയിൽ? അല്ല, ഒരിക്കലല്ല. ഇപ്പോൾ കുറച്ച് ആൾക്കാർ, പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കൂടിയിട്ട് ഇലക്ഷൻ നടത്തുന്നുണ്ടെന്നെങ്കിൽ അവരുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കും. പക്ഷെ ജനങ്ങളുടെ എല്ലാ തട്ടിലുള്ള ജനങ്ങൾക്കും അവിടെ എന്തില്ല, പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പോൾ വെറും ഇലക്ഷൻ ആണെങ്കിൽ അത് എന്തല്ല, ഒരു ഡെമോക്രസിയുടെ മൊത്തം ഫുൾ മീനിങ്ങും വരുന്നില്ല. അത് അതിൻ്റേതായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട്. ഇതൊക്കെയാണ് ജനാധിപത്യത്തിൽ നമ്മൾ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വോട്ട്സാണ്. വോട്ട് എന്ന് പറയുന്നത് ജനങ്ങൾ എന്ത് ചെയ്യുന്നു, 18 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. ഇതാണ് ഇലക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.